ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ 15ാമത്തെ പാഠഭാഗത്തിൻ്റെ റിവിഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വൽ തകുൻ മിൻകും ഉമ്മത്തുൻ എന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഈ പാഠത്ത് പറയുന്നത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരെയും ലംഘിക്കുന്നവരെയും എന്തിനോടാണ് നാഥൻ ഉപമിച്ചത്? ഉപമയും വിശദീകരിക്കുക. എന്താണ് ഉപമ എന്നും വിശദീകരിക്കുക. കപ്പൽ യാത്രക്കാരോടാണ് അല്ലാഹു തആല ഉപമിച്ചത്. അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരെയും ലംഘിക്കുന്നവരെയും കപ്പൽ യാത്രക്കാരോടാണ് ഉപമിച്ചത്. എന്താണ് ഉപമ? എന്താണ്? അവരിൽ ചിലർ കപ്പലിൻ്റെ താഴെ തട്ടിലും ചിലർ മുകളിലെ തട്ടിലുമായിരുന്നു. താഴെയുള്ളവർ വെള്ളം ആവശ്യമായപ്പോൾ മുകളിലെ തട്ടിലുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ കപ്പലിനടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാം. മുകളിലെ തട്ടിലുള്ളവർ താഴെ തട്ടിലുള്ളവരുടെ ഈ തീരുമാനം അംഗീകരിച്ചാൽ എല്ലാവരും മുങ്ങി മരിക്കും, തടഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും. മനസ്സിലാക്കുക. അടുത്തത്, തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും എന്തിൽപ്പെട്ടതാണ്? തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും ഫർള് കിഫായയാണ്. മനസ്സിലാക്കുക. എന്താണ് ഫർള് കിഫായ? എന്താണ് ഫർള് കിഫായ? ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. മനസ്സിലാക്കുക. അടുത്തത്, ഫർള് കിഫായയുടെ പ്രതിഫലം ലഭിക്കും ആർക്കൊക്കെയാണ് ഫർള് കിഫായയുടെ പ്രതിഫലം ലഭിക്കുക? ഫർള് കിഫായയുടെ പ്രതിഫലം അത് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കൂ. ഫർള് കിഫായയുടെ പുസ്തകത്തിൽ പറഞ്ഞ 10 ഉദാഹരണങ്ങൾ ഏതൊക്കെ? പ്രധാനപ്പെട്ട ഫർള് കിഫായകൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പാഠഭാഗത്ത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസ കാര്യങ്ങൾ സമർത്ഥിക്കുകയും സ്ഥിരീകരിക്കപ്പെടുത്തുകയും ചെയ്യുക. വിശ്വാസകാര്യങ്ങൾ സമർത്ഥിക്കുകയും സ്ഥിരീകരിക്കപ്പെടുത്തുകയും ചെയ്യുക. ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ ശരീഅത്തിന്റെ ജ്ഞാനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഓരോ വർഷവും ഹജ്ജും ഉംറയും നിർവഹിക്കുക. ജനാസ സംസ്കരണം. ഒന്നിലധികം ആളുകളോട് സലാം അടക്കൽ. വേദം, ശാസ്ത്രജ്ഞം, എഞ്ചിനീയറിംഗ്, നിയമം, കാർഷികം, കെട്ടിട നിർമ്മാണം ആവശ്യമായ മേഖലകളിൽ ആവശ്യമായ ആളുകൾ ഉണ്ടാവുക. സാക്ഷി നിൽക്കുക. വിവാഹം, സാമ്പത്തിക ഇടപാട്, കരാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാക്ഷി നിൽക്കുക. അപ്പൊക്കെ അത് ഫർള് കിഫായയായ കാര്യങ്ങളാണ്. സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഫർള് കിഫായയുടെ കാര്യങ്ങളിൽ നിന്ന് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാലൊക്കെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക. സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്ത്? അതൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യം വരാം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സ്ത്രീ അന്യപുരുഷനോട് സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും വിധി എന്താണ്? സ്ത്രീ അന്യപുരുഷനോട് സലാം പറയലും മടക്കലും ഹറാമാണ്. സ്ത്രീ അന്യപുരുഷന്മാരോട് സലാം പറയലും മടക്കലും ഹറാമാണ്. പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും വിധി. അന്യ സ്ത്രീയോട് പുരുഷൻ സലാം പറയലും മടക്കലും കറാഹത്താണ്. സ്ത്രീകളോട് പുരുഷൻ സലാം പറഞ്ഞാൽ
നിർബന്ധമാകുന്ന ഘട്ടം, മടക്കൽ നിർബന്ധമാകുന്ന ഘട്ടം എപ്പോൾ? സ്ത്രീകളോട് പുരുഷൻ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാകുന്ന ഘട്ടം എപ്പോഴാണ്? ഒരു സംഘം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സലാം മറക്കൽ നിർബന്ധമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു കൂട്ടം സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് ഒരു പുരുഷൻ സലാം പറഞ്ഞാൽ അതിലൊരാൾ സലാം മടക്കൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്ത സലാം പറയുന്നതിൻ്റെ വിധി എന്ത്? സലാം പറയൽ സുന്നത്താണ്. സലാം പറയൽ സുന്നത്തും അത് മടക്കൽ നിർബന്ധവുമാണ്. മനസ്സിലാക്കുക. സലാം അടക്കുന്നതിൻ്റെ വിധി എന്ത്? സലാം അടക്കൽ നിർബന്ധമാണ്. സലാം അടക്കൽ നിർബന്ധമാണ്, ഫർള് ഐനാണ്. സലാം അടക്കൽ ഫർള് ഐനാണ്. മനസ്സിലാക്കുക. ഫാസിക്കിന്, മുബ്തദിന് എന്നിവരോട് സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും വിധി. ഫാസിക്കിനും മുബ്തദിനും സലാം പറയാനോ മടക്കാനോ പാടില്ല. മനസ്സിലാക്കുക. സലാം പറയൽ സുന്നത്തില്ല ആരോട്? സലാം പറയൽ സുന്നത്തില്ല ആരോടാണ്? വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും പൂർണ്ണ രൂപം എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാം പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതാണ് മടക്കുന്നതിൻ്റെ പൂർണ്ണ രൂപം. മനസ്സിലാക്കുക. ചെറിയവർ വലിയവരോട് ഡാഷ് സലാം പറയലാണ്. ചെറിയവർ വലിയവരോടും നടക്കുന്നവർ നിൽക്കുന്നവരോടും വാഹനത്തിലുള്ളവർ അല്ലാത്തവരോടും കുറഞ്ഞ സംഘം കൂടുതൽ സംഘത്തോടും സലാം പറയലാണ് സുന്നത്ത്. ചെറിയവർ വലിയവരോടും നടക്കുന്നവർ നിൽക്കുന്നവനോടും വാഹനത്തിലുള്ളവർ അല്ലാത്തവരോടും കുറഞ്ഞ സംഘം കൂടുതലുള്ള സംഘത്തോടും സലാം പറയലാണ് സുന്നത്ത്. മനസ്സിലാക്കുക. സലാം പറയുമ്പോൾ സുന്നത്താണ് എന്തൊക്കെ? സലാം പറയുമ്പോൾ സുന്നത്താണ് എന്ത്? മുസാഫത്ത് ചെയ്യലും സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. മുസാഫത്ത് ചെയ്യലും സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. മനസ്സിലാക്കുക. സലാം പറയുമ്പോൾ കറാഹത്താക്കപ്പെടും എന്ത്? എന്താണ്? തല കുനിച്ച് അഭിവാദനം ചെയ്യൽ കറാഹത്താണ്. തല കുനിച്ച് അഭിവാദനം ചെയ്യൽ കറാഹത്താണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 15ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനിൽ മോഡലായിട്ട് ചെയ്തത്. അപ്പോൾ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങൾ, അതിൻ്റെ ഫർള് കിഫായയായ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതായത് ഫർള് കിഫായയാണ് സാക്ഷി നിൽക്കൽ. എന്തെല്ലാം കാര്യത്തിനാണ് സാക്ഷി നിൽക്കൽ? ഫർള് കിഫായയായ കാര്യമായ സാക്ഷി നിൽക്കൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ്? വിവാഹം, സാമ്പത്തിക ഇടപാടുകൾ, കരാറ് പത്രങ്ങൾ തുടങ്ങിയവക്ക് സാക്ഷി ആവശ്യമാകുമ്പോൾ അത് നിർവഹിക്കലും. മനസ്സിലാക്കുക. അതുപോലെ സാന്ത്വന പ്രവർത്തനം. സാന്ത്വന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനാണ് സാന്ത്വന പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും. എന്താണ്? ശർഇൽ വാജിബായ കാര്യങ്ങൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. അതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞത്. മനസ്സിലാക്കുക. അപ്പോൾ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഫലമില്ലെന്നറിഞ്ഞാലും അപ്രകാരം ചെയ്യണം. നമ്മൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ലെന്നറിഞ്ഞാലും അപ്രകാരം ചെയ്യണം. മനസ്സിലായ? അത് ഫർള് കിഫായയായ കാര്യമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കൽ ഫർള് കിഫായയായ കാര്യമാണ്. പിന്നെ ജനാസ സംസ്കരണം ഫർള് കിഫായ കാര്യം. ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക തുടങ്ങിയ കാര്യങ്ങൾ
ജനാസ സംസ്കരണത്തിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ ഫർള് കിഫായയായ കാര്യമാണ്, മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ തദ്രിബാത്തിൽ നെസ്സിൽ യോജിച്ചത് ചേർക്കാൻ വന്നതും ഒക്കെ നന്നായി മനസ്സിലാക്കുക. ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കലും പഠിപ്പിക്കലും ഫർള് കിഫായയായ കാര്യമാണ്. ഫർള് കിഫായയായ 10 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എഴുതാൻ കഴിയുന്ന രൂപത്തിൽ പാഠഭാഗത്ത് നന്നായി മനസ്സിലാക്കുക. അതുപോലെ ചോദ്യം വരാം, എന്ത് ദീനീചര്യ പഠിക്കുക, ഇത് എന്തിൽ പെട്ടതാണ്? ഫർള് കിഫായയായ കാര്യത്തിൽ പെട്ടതാണ്. അതുപോലെ 3 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഫർള് കിഫായയിൽ പെട്ട കാര്യം ഏതെന്ന് ചോദിച്ചാൽ അതിലെന്താണ് വന്നത്? ഫർള് കിഫായ കാര്യം മനസ്സിലാക്കുക, ദീനീ കാര്യം പഠിപ്പിക്കൽ, അതുപോലെ സലാം അടക്കൽ, സലാം പറയൽ, പിന്നെന്താ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കൽ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും, ഇതൊക്കെ ഫർള് കിഫായ കാര്യത്തിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും സാക്ഷി നിൽക്കൽ, അപ്പോൾ അടുത്ത് പറഞ്ഞ 10 കാര്യങ്ങളുണ്ട്. അത് ഓപ്ഷനിൽ ഏതാണ്, ഈ 10 കാര്യത്തിൽ ഏതാണ് വന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ടിക്ക് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് 15ാമത്തെ വീഡിയോയുടെ കൂടെ ഞാൻ 16ാമത്തെ പാഠഭാഗം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിവരിക്കാനുള്ള പാഠഭാഗമല്ല, നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനിത് 2 പാഠവും കൂടി ഒരുമിച്ചിടുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഈ ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നൽകട്ടെ. നമുക്ക് നമ്മുടെ ദുആയിലൊക്കെ അവരെ ഉൾപ്പെടുത്താം. ജാരിയായ സദഖയായി എന്നിത് നിലനിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ PDF ആർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് ഞാൻ ഇതിൻ്റെ PDF അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1. മനസ്സിന് ശാന്തി ലഭിക്കും. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല പറഞ്ഞു, ദിക്റ് കൊണ്ട് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കും. ദിക്റ് കൊണ്ട് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കും. ദിക്റ് ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെ പറ്റി ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റ് ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹു തആലക്ക് ദിക്റ് ചൊല്ലുക, അത് ഏറ്റവും ശ്രേഷ്ഠവും അല്ലാഹു തആലയുടെ അടുക്കൽ പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമമായ ഒരു കാര്യമാണ്. മനസ്സിലാക്കുക, അല്ലാഹു തആലക്ക് ദിക്റ് ചൊല്ലുന്നത് ശ്രേഷ്ഠതയും അല്ലാഹു തആലയുടെ അടുക്കൽ പവിത്രമായതും സ്ഥാനമുള്ളതും സ്വർണവും വെള്ളിയും സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ഉത്തമമായ കാര്യമാണ് അല്ലാഹു തആലക്ക് ദിക്റ് ചൊല്ലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്തത്, ദിക്റുകളിൽ പ്രധാനപ്പെട്ട ദിക്ർ ഏത്? ദിക്റുകളിലെ പ്രധാനപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ദിക്റുകളിലെ പ്രധാനപ്പെട്ട ദിക്ർ. മനസ്സിലാക്കുക. അടുത്തത്, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എപ്പോഴൊക്കെ? എല്ലാ കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എല്ലാ കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എപ്പോഴൊക്കെ എന്ന് ചോദിച്ചാൽ, ഖുർആൻ ഓതുക, വുളൂ ചെയ്യുക, കുളിക്കുക, തയമ്മും ചെയ്യുക, തിന്നുക, കുടിക്കുക, എഴുതുക, വായിക്കുക, എടുക്കുക, കൊടുക്കുക, വാതിലടയ്ക്കുക, പാത്രം മൂടി വെക്കുക, അറവ് നടത്തുക, സുറുമയിടുക തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി സുന്നത്താണ്. മനസ്സിലാക്കുക. ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ബർക്കത്തിലാവൂല, ബർക്കത്തില്ലാത്തതാണ്. ബിസ്മി ചൊല്ലാതെ തുടങ്ങുന്ന കാര്യം ബർക്കത്തില്ലാത്തതാണ്. മനസ്സിലാക്കുക. അടുത്തത് ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള 11 കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അവിടെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ 11 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞത് നന്നായി മനസ്സിലാക്കുക. അടുത്തത് 7,
പരിശുദ്ധ ഖുർആനിൽ ബിസ്മി ചൊല്ലൽ ഹറാമാക്കപ്പെട്ട ഘട്ടം, കറാഹത്താക്കപ്പെട്ട ഘട്ടം എപ്പോഴാണ്? സൂറത്ത് ബറാഅത്തില് തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയ്ക്ക് വെച്ചാകുമ്പോൾ ചൊല്ലൽ കറാഹത്തുമാണ്. മനസ്സിലാക്കുക. ബറാഅത്ത് സൂറത്ത് തുടക്കത്തിൽ ബിസ്മി ഹറാമും ഇടക്ക വെച്ചോതുമ്പോൾ കറാഹത്താക്കപ്പെട്ട ഇതാണ്. മനസ്സിലാക്കുക. അടുത്ത് ഉറങ്ങാൻ നേരം എന്ത് ചൊല്ലണം? ഉറങ്ങാൻ നേരം എന്താ ചൊല്ലേണ്ടത്? അപ്പൊ അവിടെ ഉറങ്ങാൻ നേരം ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു വിവിധ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ 15ാമത്തെ പാഠത്തിൽ കുറേ ദിക്റുകൾ പറയുന്നുണ്ട്. ഇനി ചോദ്യങ്ങൾ വരുന്നത് അതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉണർന്നെണീക്കുമ്പോൾ എന്ത് ചൊല്ലണം? വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്ത് ചൊല്ലണം? വിസർജനം കഴിഞ്ഞ് മനോഹരം കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം? പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം? അങ്ങാടിയിൽ പ്രവേശിച്ചാൽ എന്ത് ചൊല്ലണം? ആരെങ്കിലും നന്മ ചെയ്താൽ എന്ത് ചൊല്ലണം? ഇടിവെട്ടുമ്പോൾ എന്ത് ചൊല്ലണം? മഴ പെയ്താൽ എന്ത് ചൊല്ലണം? കാറ്റടിച്ചാൽ എന്ത് ചൊല്ലണം? വാഹനത്തിൽ കയറിയാൽ എന്ത് ചൊല്ലണം? യാത്ര അയക്കുമ്പോൾ എന്ത് ചൊല്ലണം? രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഖബറിനെ സമീപിക്കുമ്പോൾ എന്ത് ചൊല്ലണം? സംയോഗം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചൊല്ലണം? ഈ ദിക്ർ ബിസ്മില്ലാഹിൽ മലിക്കിൽ ഖുദ്ദൂസ് എപ്പോഴാണ് ചൊല്ലേണ്ടത്? വിത്ർ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അപ്പോൾ ഇതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മനസ്സിലായില്ല? മറ്റു ദിക്റുകളൊക്കെ പറഞ്ഞ് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ തരും. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ ഡാഷ് ഫഹസ്സിൻ ഹുൽക്കി. എന്താണ്? കണ്ണാടിയിൽ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ കമാ ഹസ്സൻത ഹൽക്കി ഫഹസ്സിൻ ഹുൽക്കി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. അപ്പോൾ അതുപോലെ ദിക്റുകളൊക്കെ നന്നായി പഠിക്കുക. നോമ്പ് തുറന്നാൽ എന്ത് ചൊല്ലണം? മാസപ്പിറവി കണ്ടാൽ എന്ത് ചൊല്ലണം? അതുപോലെ ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ അതും പാഠഭാഗത്ത് പറയുന്നുണ്ട്. പുസ്തകത്തിൽ വിശദീകരിച്ചത് ഏതൊക്കെ? അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും അടുത്തുള്ളവർ. എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. സ്വലാത്തുകളിൽ ഏറ്റവും പുണ്യമായ സ്വലാത്ത് ഏതാണ്? സ്വലാത്തുകളിൽ ഏറ്റവും പുണ്യമുള്ളത് ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്. മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാവുന്ന 5 സ്വലാത്തുകളുടെ പേര് എഴുതുക. അസ്സലാത്തു നാരിയ, താജു സ്വലാത്ത്, സ്വലാത്തുൽ മുൻജീന, സ്വലാത്തുൽ ഇബ്രാഹിം. അപ്പം നമുക്കറിയാവുന്ന 5 സ്വലാത്തുകളുടെ പേര് എഴുതുക. സ്വലാത്തു നാരിയ, താജു സ്വലാത്ത്, സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൽ ഇബ്രാഹിമിയ, സ്വലാത്തുൽ ഫാത്തിഹ. മനസ്സിലാക്കുക. അപ്പോൾ പാഠഭാഗത്തു നിന്ന് നന്നായി മനസ്സിലാക്കുക. ദിക്റുകളും ദുആകളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, മാച്ച് ചെയ്യാൻ വരാം, ദിക്റുകൾ മുഴുവനായിട്ട് എഴുതാൻ വരാം. ദുആകളിൽ നിന്ന് 2 ദുആ എഴുതാൻ വരും. സ്വലാത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വരും. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് 16ാമത്തെ ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. എല്ലാവരും നന്നായി മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക.
ഇന്നത്തെ എൻ്റെ വോയിസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു വിഷയങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. സമയമാണ് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ഞാനെൻ്റെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.